ഒരു സന്തോഷത്തിന് അതൊന്ന് വേഗം നിങ്ങൾ പൊളിച്ചു നോക്കി നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നോ നോക്കി ഒന്ന് പൊളിക്കി. ഇന്നലെ ഞങ്ങൾ കിടന്നത് ഇത് അവിടെയാണ്. പഴയ കാലത്തെ വീട്. ഇന്നലെ ഞാനിവിടെ കിടന്ന്, കാജ് അപ്പുറത്ത് കിടന്ന്, സെമീർ ഇവിടെ കിടന്ന്, അലൻ അപ്പുറം കിടന്ന്. റിയാസ്ക്ക് ഒരു മിമിക്രി കലാകാരനാണ്. കുറച്ച് അയച്ചു പോരട്ടെ. ആദ്യത്തെ പറയും. ആദ്യത്തെ നമുക്ക് കലാശാല എടാ ജോസേ പുന്നാര മോനെ ആദ്യം മേടിച്ചിട്ടെ 2.5 കൊല്ലം കഴിഞ്ഞു. അടുത്തത് കാജയുടെ പട്ടി കരയുന്ന സൗണ്ട്. അടുത്ത പൂച്ച. ചക്ക, ചെള്ളി, കൊണ്ടാട്ടം, ചിക്കൻ പൊരിച്ചത്, അതിൻ്റെ മുകളിൽ തന്നെ സലാഡ്, മുരിങ്ങയില, ചക്കക്കുരു തോരൻ, പിന്നെ ചക്ക പൊയ്യ. വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ ഏഞ്ചൽ വാലി എന്ന സ്ഥലത്താണ്. പമ്പയാറിൽ കുളിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ താമസിച്ച വീട്ടിലെ സെമീർക്കുണ്ട് നമ്മളെ കൂടെ, പിന്നെ അവരെ പെങ്ങളെ മകൻ അലനുണ്ട്. അപ്പോൾ നമ്മൾ പമ്പയാറിലൊന്ന് കുളിക്കാൻ വന്നതാണ്. സെമീർ ഖാൻ ഞങ്ങൾ ഒരു പ്രത്യേക പരിചയപ്പെട്ട ഒരാളാണ്. അതുപോലെ സെമീർ ഖാന്റെ വീട്, കാരണം നമ്മളെ പഴയ കാലത്തെ ആ ഒരു കല്ലുകൊണ്ടൊക്കെ കെട്ടിണ്ടാക്കിയ വീടാണ്. അപ്പോൾ വീടിൻ്റെ ഒക്കെ കാഴ്ചകളുണ്ട്. അപ്പം ഇതിൻ്റെ പെരടിക്ക് നല്ല വേദന ഉണ്ട്. നീരിറങ്ങിയാണ് എന്താ സംഭവം എന്നാവും. തല ഒടിക്കാനൊക്കെ ഇരിക്കാനൊക്കെ ഭയങ്കര പ്രയാസമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ സമയം കിടന്നിറങ്ങി. ഇപ്പം ഞങ്ങൾ പമ്പയാറിൽ കുളിക്കാൻ വന്നതാണ്. ഈ വെള്ളത്തിൻ്റെ സൗണ്ട് കൊണ്ട് സംസാരിക്കണേ ചിലപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല. ഇനി ഇവിടുത്തെ കുളിക്കാഴ്ചകളും, കുളിക്കാഴ്ച ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇവിടുത്തെ ഈ ഇത് വെള്ളത്തിൻ്റെ ഒഴുക്കും കാര്യങ്ങളും നല്ല സൂപ്പർ സ്ഥലമാണിത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് സെമീർ ഖാൻ്റെ വീട് കണ്ട് നമ്മൾ ഇന്നലെ രാത്രി ശബരിമല പോയി പെട്ടതാണ്. അപ്പോൾ ഇന്ന് പകലൊന്നും കൂടി നമ്മൾ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പകലൊക്കെ പോയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കടക്കാം. രക്ഷയില്ല. പമ്പയാറ്റിൽ കൂടി ഒഴുകണ വെള്ളം ശരീരമൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ട് അങ്ങനെ നമ്മൾ ആറ്റിലെ കുളിയൊക്കെ കഴിഞ്ഞിതാ നമ്മൾ റിയാസിന്റെ വീട്ടിൽ തന്നെ തിരിച്ചു പോവാണ്. നമ്മളെ പ്ലാന് മൊത്തം മാറ്റി. ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് പോകണില്ല. ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാണ്. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. നമ്മൾ ഇന്നലെ ശബരിമല പോയത് രാത്രിയാണ്. ചിലപ്പം പകലൊന്നും കൂടി ശബരിമല പോകും. ഇല്ലെങ്കിൽ ഇവരെ വീട്ടിൽ തന്നെ കുറച്ച് സംഭവങ്ങൾ കാണാനുണ്ട്. പിന്നെ പെരടിക്ക് നീരിറങ്ങിയിട്ട് നല്ല വേദന ഉണ്ട്. അപ്പോൾ ഒന്ന് റെസ്റ്റും ചെയ്യുന്ന ഇവിടെ. പിന്നെ കുറേ വൈബ് പരിപാടികൾ വേറെ വരാണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വൈക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ആറ്റിലെ കുളിയൊക്കെ കഴിഞ്ഞത് നല്ല കപ്പ, മീൻ പൊരിച്ചത്, മീൻ കറി, തണുത്ത കാലാവസ്ഥ, ചെറിയൊരു മഴൻ്റെ ഒരു അന്തരീക്ഷം. കൈക്ക് വാട്ടുകപ്പയാണ്. വാറ്റുകപ്പ, വീട്ടിലെ കപ്പ, വാട്ടിയ കപ്പ. ഇപ്പോൾ നമ്മളെ റിയാസ് ഖാൻ്റെ വീട് ഇവിടെയാണ്. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത്. ഒരു മലയോര ഗ്രാമമാണിത്. ഒരു അടിപൊളി രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നലെ നമുക്ക് ഇവിടെ താമസിച്ചപ്പോൾ കിട്ടിയത്. ഇതവരെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഈ വഴിയൊക്കെ ഇങ്ങനെ കയറി, സ്റ്റെപ്പ് കയറി അവിടെ കൊക്കോ മരം നിൽക്കുന്നുണ്ട്. ഞാൻ പറിച്ച് കഴിച്ച് പോയിത്തതൊന്ന്. പയറ്, വൈതന, പേര, അങ്ങനെ ഒരുപാട് കൃഷി ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് വീട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ളത്. ഏയ് കാജതാ നല്ല പായത്ത പേരൊക്കെ അടിക്കണ്. ഇവിടെ 2 പേര് ചീട്ട് കളിക്കുന്നുണ്ട്. ഇതാണ് വീട്ടിലേക്ക് ഫസ്റ്റത്തെ എൻട്രി. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണ്. ഇന്നലെ ഞങ്ങൾ കിടന്ന സ്ഥലം ഇവിടെ ലേറ്റ് ഒന്നും ഇട്ടാ. ഇന്നലെ ഞങ്ങൾ കിടന്നത് ഇത് അവിടെയാണ്. പഴയ കാലത്തെ വീട്. ഇന്നലെ ഞാനിവിടെ കിടന്ന്, കാജ് അപ്പുറത്ത് കിടന്ന്, സെമീർ ഇവിടെ കിടന്ന്, അലൻ അപ്പുറം കിടന്ന്. സോറി, സെമീർ അല്ല, റിയാസ്, പേര് മാറി. ഇവിടെ ഒരു TV ഉണ്ട്. ഇതെന്നല്ല ഇവളും ഒരമ്മയും കൂടി കിടന്ന സ്ഥലം. നമ്മളെ നാടൻ വീടാണ്. അകം തേച്ചിട്ടില്ല, നിലം കാവ്യാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മയത്ത് ഈ വീട്ടിൽ ഇന്നലെ താമസിച്ച്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് പോകണില്ല, അവിടെ നിൽക്കാന്ന് പറഞ്ഞ്. വീട് അടുക്കള കാണിച്ചു കൂടാ നമുക്കൊന്ന്. അത് കുഴപ്പമില്ല. അതാ നമ്മളെ പഴയ മറ്റേ ബ്രിട്ടീഷ് ബംഗ്ലാവിലെ കിച്ചന്മാർക്കുള്ള കിച്ചണാണിത്.
മുകളിൽ ചിരട്ട കൂട്ടിയിട്ടിട്ടുണ്ട്. ഇത് കിച്ചൺ. അടുപ്പ് വിറകടുപ്പാണല്ലോ അമ്മ? വിറകടുപ്പാണ്. അവിടെ ഗ്യാസും ഉണ്ട്. നിലൊക്കെ നോക്കുകയാണെങ്കിൽ മണ്ണാണ്, അത്രയും വൃത്തിയുള്ളൊരു മണ്ണ്. ഇത് ചവിട്ടിച്ചിട്ട് കാൽമ ചളിയാണിയല്ല, ചവിട്ടി അങ്ങനെ ആയതാണല്ലേ. മുകളിലൊക്കെ വിറക് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് വീടുണ്ടാക്കാം നമ്മളെ. ഇവിടെ ഉണ്ടല്ലേ, ഇവിടെയും കൂടി ഒരാളുണ്ട്. ഏകദേശം 11 വാതിലിട്ടുണ്ട് വീടിന്. ഇവിടെ 10 ഇവിടെ ഒരുപാട് പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വിറക് ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് വീട്. നമ്മൾ റിയാസ് ഒരു മിമിക്രി കലാകാരനാണ്. ഒരുപാട് താരങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ മുപ്പരിപ്പോൾ പുറത്തു പോയതാണ്. പുറത്ത് പോയി വന്നാൽ നമ്മൾ കുറച്ച് അവരെ കൊണ്ട് ഇടിപ്പിക്കുന്നതാണ്. എങ്ങനെയുണ്ട് കാജ? അടിപൊളി. നമ്മൾ ഇന്നലെ രാത്രി കുറച്ച് നേരം വരെയാണ് വന്നത്. പക്ഷേ വന്നപ്പോൾ മുതലുള്ള ഒരു രസമുണ്ടല്ലോ, വേറെ ലെവലാണ്. അതെ, അതുവരെ വർത്തമാനം പറഞ്ഞിരുന്ന് ഇപ്പം രാവിലെ കപ്പ കഴിച്ച്. അപ്പം ഞാൻ എൻ്റെ അങ്ങോട്ട് കുറച്ച് നേരം കളിച്ച്. നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കും. എന്നിട്ട് നാട്ടിൽ പോയിട്ട് കുറച്ച് നമ്മൾ കലാപരിപാടികൾ, റിയാസിൻ്റെ പരിപാടികൾ വേറെ. ഇന്ന് ഉച്ചക്ക് നല്ല കഞ്ഞി, മുരിങ്ങൻ്റെ ഇല, ചക്കക്കുരു തോരൻ. രാത്രി ചക്ക പുഴുങ്ങിയതും ചിക്കൻ ചുട്ടതും. ഞങ്ങൾ ഈ യാത്രയിൽ ഏറ്റവും പ്രയാസം നിറഞ്ഞൊരു ദിവസം, ബുദ്ധിമുട്ടൊക്കെ നേരിട്ടൊരു ദിവസം ഇന്നലെ ആയിരുന്നു. കാരണം ഞങ്ങൾ കോന്നിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ മഴ പെയ്ത്, വൈകിട്ട് ഒരു 3 മണിക്ക് മഴ പെയ്തിട്ട് 5:30 വരെ ഏകദേശം മഴയായിരുന്നു. അതിന് ശേഷം നമുക്ക് ശബരിമല റൂട്ട് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് റൂട്ടാണ്. ആങ്ങാമൊഴി സീതത്തോട്, അങ്ങനെ ചിറ്റാറ് ആങ്ങാമൊഴി സീതത്തോടെ റൂട്ടാണ്, ഫോറസ്റ്റ് റൂട്ടാണ്. ആങ്ങാമൊഴി സീതത്തോടൊക്കെ റൂട്ട് പറഞ്ഞാൽ നല്ല ആന ഇറങ്ങുന്ന റൂട്ടായിരുന്നു. എൻ്റെ പെരടിക്ക് നീരിറങ്ങിയിട്ട് കാരണം അത്യാവശ്യം നല്ല പെരടി വേദനയും പിന്നെ ഡ്രസ്സും ഷൂവും എല്ലാം നനഞ്ഞ അതിൻ്റെ പ്രശ്നങ്ങൾ, നല്ല ഫോഗും നല്ല മഴയും. അതും റോഡ് സൈഡിലെ വീതിയില്ലാത്ത റോഡ്, ഫുള്ള് റോട്ടിൽ ആനപ്പുണ്ട്. അപ്പോൾ ഏത് സമയത്ത് ആന പ്രതീക്ഷിച്ച് വന്ന പോലത്തെ 2 ആന നമ്മളെ റോഡിൽ വല സൈഡിലുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ഭയത്തോടെയാണ് യാത്ര ചെയ്ത്. നമ്മൾ അവിടുന്ന് യാത്ര ചെയ്യാനുള്ള കാരണം നമ്മളെ ഈ റിയാസിൻ്റെ വീട്ടിൽ താമസിക്കാന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്തേക്ക് കയറി പോകുന്ന ഉടനെ ജിയോൻ്റെ റേഞ്ച് പോയി. പിന്നെ ഒരു തുള്ളി പോലും റേഞ്ച് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടേക്ക് പോകേണ്ടിയെന്ന് അറിയണില്ല. ഞങ്ങൾ ലാസ്റ്റ് വന്ന് നിലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ദിവസം, അത് നിലക്കലാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കാരണം അത്രയും മഴയും അത്രയും ഫോഗുമായിരുന്നു. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നിലക്കലിൽ നിന്ന് വേറൊരാൾ BSNL ഫോണിൽ അടിച്ചപ്പോൾ റിയാസ് കരുതിയത് നമ്മൾ പമ്പയിൽ നിന്ന് തിരിച്ചു വരാൻ അട്ടത്തോട് എന്ന സ്ഥലത്ത് നിന്ന് ഇനിയും മുന്നോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ നേരെ മുന്നോട്ട് പോയപ്പോൾ ശബരിമല പമ്പ എത്തി. പമ്പ എത്തിയ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തണുത്ത് മരവിച്ചിന്, അതുപോലെ പെരടിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അവിടെ താമസിക്കാൻ നോക്കിയിട്ട് ഒരു സ്ഥലത്ത് പോലും താമസത്തിന് സൗകര്യമില്ല, കുടിവെള്ളമില്ല, വണ്ടി നിർത്താൻ സ്പേസ് ഇല്ല. വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട്, കാരണം ബൈക്ക് ഓടിക്കാനുള്ള മൂഡ് പിന്നെ ഉണ്ടായിട്ടില്ല, മൂഡ് നല്ല ശരീരം കൊണ്ട് വെച്ചിരുന്നില്ല. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് ബസ് കയറിയിട്ട് പത്തനംതിട്ട സ്റ്റേ ചെയ്യാൻ, പക്ഷേ വണ്ടി നിർത്താനുള്ള സൗകര്യം കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ നിലക്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞങ്ങൾ ആ കയറിയപ്പോൾ ആ പെട്രോൾ പമ്പ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു മനസ്സിലാക്കി അവിടെ വണ്ടി നിർത്തിയിട്ട് ബസ്സിന് കയറാമെന്ന് വിചാരിച്ച് നിലക്കൽ വന്നാണ്. അപ്പോൾ വരുന്ന വഴിയിൽ ഒക്കെ ആന ഉള്ള റൂട്ടാണ്, അത്യാവശ്യം ആന പുലിയൊക്കെ ഇറങ്ങുന്ന റൂട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയ വാഹനത്തിൽ ഇങ്ങനെ വരണുണ്ട്. അപ്പോൾ ഒരു കാറ് നമുക്കൊരു ധൈര്യത്തിന് വേണ്ടി നമ്മളെ പുറകെ വന്ന് ലൈറ്റ് സ്ലോ ആക്കിയിട്ട് അങ്ങനെ അവർക്ക് സംസാരിച്ചപ്പോൾ ഒരു ഓൾറെഡി നമ്മളെ വീഡിയോസ് ഒരാൾ ചെയ്ത വീഡിയോ നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പറഞ്ഞ് റേഞ്ചുള്ള സ്ഥലത്തെത്തിയിട്ട് നമുക്ക് ആ റിയാസിന് വിളിച്ചു നോക്കാനാണ്. റിയാസിന് വിളിച്ചവർ റിയാസ് കറക്റ്റ് സ്ഥലം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞങ്ങളെ ഫോണിൽ റേഞ്ച് ചെയ്തിട്ടില്ല, BSNL മാത്രമേ റേഞ്ച് ഉള്ളൂ. അങ്ങനെ അവർ ഞങ്ങളെ കൊടുത്തിട്ട് റിയാസിൻ്റെ അടുത്ത് ആക്കി തന്നതാണ് ഇന്നലെ. ശബരിമല ഞങ്ങൾ ഇന്നലെ പോയി നൈറ്റാണ് പോയത്. പക്ഷെ പമ്പ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പ്രതീക്ഷിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ അവിടെ ഒരുപാട് താമസിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാകുന്നു. പക്ഷേ അവിടെ ദേവസ്വത്തിൻ്റെ ഒരു താമസിക്കാനുള്ള ഒരു സൗകര്യം മാത്രമേ ഉള്ളൂ. പിന്നെ വിരി വെക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളടുത്ത് വണ്ടിയും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ടായ കാരണം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങളൊരു കാഴ്ചപ്പാടിൽ നമ്മളാരും വിമർശിക്കല്ല. പമ്പ ശബരിമല റൂട്ടിലേക്ക് ഒരുപാട് വികസനം വരാണ്ട് ശരിക്ക്. പക്ഷേ അതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ചിലപ്പോൾ പരിമിതികൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതാണ് ഇന്നലെ നമ്മൾ സംഭവിച്ചത്. കാരണം അത്രയും ബുദ്ധിമുട്ടിയിട്ട് ഇവിടെ എത്തിയത്. പക്ഷേ സ്വർഗത്തിലേക്കുള്ള പാത കല്ലും മുള്ളും നിറഞ്ഞാന്നുള്ളത് ഇന്നലെ നമുക്ക് ബോധ്യമായി. ഇന്ന് ഞങ്ങളിവിടെ എത്തി താമസിച്ച് ഈ വീട്ടിൽ, കാരണം മഴയത്ത് ഇതുപോലൊരു വീട്ടിൽ താമസിക്കാറ്, മലയോരത്തുള്ളൊരു വീട്ടിൽ താമസിക്കാറുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടെ നിന്നിട്ട് ഞങ്ങൾ 2 ദിവസം ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കട്ടെ ചോദിച്ചില്ല. നമ്മൾ റിയാസിനോട് നമ്മൾ അതുപോലെ ഞങ്ങൾ ഇന്നുകൂടി നിൽക്കട്ടെ വെച്ച് അവർ ഒരാഴ്ച വേണം ഇവിടെ നിന്നോടി നമ്മോട് പറഞ്ഞിട്ടുള്ളത്. നിൽക്കട്ടെ നിൽക്കുന്ന പറയണമെന്നാ പറയണത്. റിയാസ് ഇപ്പോൾ പുറത്ത് പോയതാണ്. വന്നു കഴിഞ്ഞാൽ നമ്മളെ റിയാസിന്റെ മിമിക്രി ഒക്കെ നമുക്ക് ഇതിൽ അറിയാവുന്നതാണ്. ഇത് അലന് അവരെ പെങ്ങളെ കുട്ടിയാണ്. അപ്പൊ ഇവന്റെ എവിടെയാണ് വീട്? കോട്ടയം ഏറ്റുമാനൂരാണ് ഇവന്റെ വീട്. ഇവിടെ ഏകദേശം 100 കിലോമീറ്ററോളം ഉണ്ട്. അവന്റെ പെങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നലെ സംഭവിച്ചത്. കാരണം അപ്പോൾ പെരടിക്കൊക്കെ മൂവൊക്കെ തേച്ച് നിൽക്കുകയാണ്. ഞങ്ങൾ ഇന്ന് രാവിലെ ആറ്റി പോയി വിളിച്ച് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇനി ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ ഉൾപ്പെടുത്തി. ഞങ്ങൾ ഇന്ന് ശബരിമല ഒന്നുകൂടി പകൽ പോകണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഒന്ന് ബോഡിയൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യേണ്ടായിരുന്നു. അത് കഴിഞ്ഞ സമയം കിട്ടാൻ നമ്മൾ അവിടെ പോകും. വൈകിട്ട് നമ്മൾ ഇനിയും ആറ്റിൽ പോകും. പിന്നെ ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. ഇതൊക്കെ നമുക്ക് തുടരെ അങ്ങനെ കാണാം. അപ്പൊ അതാണ് ഇന്നലെ സംഭവിച്ചത് നമുക്ക് രാത്രി. പക്ഷെ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഫീലിംഗ് ഉണ്ടല്ലോ. ആ സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാനിരിക്കുന്നത് നല്ലതിന്. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഇന്നലെ അത് ഏറ്റവും പ്രയാസം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്നലെ. അത് നമ്മള് ഒരു സംസാരത്തിൽ അത് കിട്ടൂല. പക്ഷെ അതൊക്കെ നമ്മൾ വീഡിയോ ചിത്രീകരിക്കണമായിരുന്നു. പക്ഷെ അതിനുള്ളൊരു മൂഡല്ലായിരുന്നു ഇന്നലെ ഉണ്ടായത്. അതുകൊണ്ട് മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്യാതിരുന്നത്. പിന്നെ നമ്മൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഗോപ്രിലെ കുറച്ച് ചാർജ് ഉണ്ട്. പക്ഷെ മഴ ഈ പെരടി വേദന കൂടി കാരണം പിന്നെ ഒന്നും തോന്നിയിട്ടില്ല. കാരണം നമുക്ക് അത്രയും ക്ഷീണം തന്നെ, അത്രയും ക്ഷീണമായിരുന്നു. രാത്രി ഞങ്ങൾ ഇവരുടെ അടുത്തേക്ക് എത്തുന്നത് 10:30 മണിക്കാണ്. അതും ഫുൾ മഴ കൊണ്ടിട്ടാണ് ഞങ്ങൾ ഓടിയത്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഇപ്പോൾ ഇവിടെ എത്തി. ഇപ്പോൾ നമുക്ക് നല്ല സുഖമാണ്. ഇന്നലെ രാത്രി നമുക്ക് നല്ല ഫുഡ് കിട്ടി. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇവർ ഉണ്ടാക്കി ഫുഡ് കഴിച്ച് നമ്മൾ ഇന്ന് രാവിലെ കപ്പ, എന്താ വാട്ടുകപ്പ, മത്തി പൊരിച്ചത്, നല്ല കറി, മീൻകറി ഒക്കെ കഴിച്ച് ഇവിടെ റെസ്റ്റ്. അപ്പോൾ ഇനി ഇവിടെ റെസ്റ്റ് ചെയ്യാണ്. നമ്മൾ റിയാസ് വന്നാൽ ഇവിടുത്തെ തുടർക്കാഴ്ചകളും മിമിക്രിയൊക്കെ നമുക്ക് കാണാം. ഈ വീട്ടിലിങ്ങനെ എന്നിട്ട് മഴ പെയ്യുമ്പോഴത്തെ സീനറി ഇതാണ്. സമയം വൈകുന്നേരം 5:30 നല്ല മഴ. കാജ ചായ എടുക്കേണ്ടില്ലേ? എന്താ വൈബ്. നിങ്ങളെ പേര് എപ്പോഴും മാറാണ്. റിയാസ് എന്നുള്ള സമീർ എന്നാ ഞാൻ പറഞ്ഞത്. പുറത്തു പോയതായിരുന്നു. നല്ല അതിൽ ചക്ക കൊണ്ടുപോയാ ചോട്ടില്ല കാണിച്ചു കൊടുക്ക്. അന്ന് രാത്രിക്കുള്ള നമുക്ക് ചക്കപ്പുയക്ക് ചിക്കന് ഒരു രക്ഷയില്ല. മയത്ത് ചായ പൊളി. ഇന്ന് ഞാൻ ഫുള്ള് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ഇരുട്ട് കണ്ടില്ല. അവിടെ കിടക്കായിരുന്നു ഫുൾ ടൈം. നീ മയത്ത് ഓടുക്കും നീച്ചിട്ടില്ലെന്ന്. ഒന്നാമത് പെരടി വേദന ഉണ്ട്. പക്ഷെ അവിടെ ഉണ്ട് കിടന്ന്. ഇത് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റൂല. അപ്പൊ പറഞ്ഞാൽ എന്താ കാട്ടേണ്ടി നമുക്ക് തന്നെ അറിയണില്ല ഇവിടെ വന്നിട്ട്. അത് അവിടെ നോക്കാണ് ഫുൾ കോട, മലമുകളിൽ മുഴുവൻ കോടയാണ്. കാജ കിടിക്കണ്ട. സത്യം പറഞ്ഞ ഞങ്ങൾക്ക് നാളെ ഇവിടുന്ന് പോകാൻ തോന്നില്ല. അതാ ഞങ്ങൾ ഇവരോട് പറഞ്ഞത് പോകാൻ തോന്നില്ല. ഇവർ അത്ര ദിവസമാണ് ഇവിടെ നിന്നോളിന്നാ പറഞ്ഞത്. പക്ഷെ നമുക്ക് സമയമില്ല. ആ ഒരു വിഷയമാണ്. ഇപ്പൊ ഒന്നാരാണ് രജനികാന്താ. കൃത്യം 8 മണിക്ക് നമ്മളെ മിമിക്രി ഷോ ആരംഭിക്കുന്നതാണ് ഇവിടെ. റിയാസ് ഖാന്റെ മിമിക്രി കൃത്യം 8 മണിക്ക്. ഈ വാതിക്ക് ഇങ്ങനെ ഇരുന്നപ്പോ കോട ഇങ്ങനെ കയറി പോണക്കാണ് ഇവിടെ. മഴ, കോട, ആഹാ പൊളി. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാത്രി ചക്ക കൂട്ടി അടിക്കാൻ ചിക്കൻ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഈ റിയാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിയാസിൻ്റെ ഉമ്മാക്ക് 2 മക്കളാണ്. റിയാസും പിന്നെ അവൻ്റെ പെങ്ങളും. പക്ഷെ പെങ്ങളിപ്പോൾ ജീവിച്ചിരിപ്പില്ല. പെങ്ങളെ കുട്ടികളാണ് നമ്മൾ കണ്ട അലനും അലീനയും. പെങ്ങൾ ഒരു തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് മരണപ്പെട്ടു. ഇവർ മുസ്ലിംസും പെങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ യുവാവിനായിരുന്നു. പ്രേമിച്ച് കല്യാണം കഴിച്ചായിരുന്നു. അത് കാരണം വീട്ടുകാർക്ക് ആദ്യം അവരുടെ സഹകരണം ഒന്നും ഉണ്ടായില്ല. പിന്നെ കുട്ടികളൊക്കെ ആയ സമയത്ത് റിയാസിൻ്റെ ഉമ്മയും അവരുമായി സഹകരിച്ച്. അത് കാരണം റിയാസിൻ്റെ ഉപ്പ മദ്യപിക്കുന്ന ഒരാളായിരുന്നു. ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയി. പിന്നെ അവരെ ഉമ്മാനെ പലതവണ വന്ന് മർദ്ദിക്കലും കൊലപ്പെടുത്താൻ ശ്രമിക്കലും അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇവിടെ പെങ്ങൾ തീപ്പൊള്ളലേറ്റ് മരണപ്പെട്ടപ്പോൾ പിന്നെ ഇവർക്ക് ആരും ഇല്ലാത്തതായി. പിന്നെ ഇവരെ വീടും കാര്യങ്ങളും ഇപ്പോൾ ഈ താമസിക്കുന്ന വീടും കാര്യങ്ങളൊക്കെ ഇവരപ്പ പെങ്ങളെ പേരിൽ എഴുതി കൊടുത്ത്. അപ്പോൾ ഏത് നിമിഷം ഇവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിൽ ഇവിടെ താമസിക്കുന്നത്. ഇവരെ കഥകളൊക്കെ കേട്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ദിവസം കൂടി ഇവരെ കൂടെ താമസിക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായത്. അല്ലാതെ വീടിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് മാത്രമല്ല, അവർക്ക് പ്രത്യേകിച്ച് കുടുംബക്കാരായിട്ട് അങ്ങനെ ആരുമില്ല. അപ്പോൾ നമ്മളൊക്കെ ചെന്നത് ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക്. അപ്പോൾ നമ്മൾ 2 ദിവസം താമസിച്ചത് ഈ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡും കാര്യമൊക്കെ ഉണ്ടായിരുന്ന ഉമ്മ ഉണ്ട്. ഉമ്മക്ക്
ഒരു സർപ്രൈസ് കൊടുക്കാൻ ചെറിയൊരു മാക്സി ചെറിയൊരു സന്തോഷത്തിൽ അത് കൊടുക്കാൻ പോകുന്ന വരി ഇവിടെ അമ്മോടെ പോയി ഫുഡ് അടിക്കാൻ നമ്മളാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മള് ചിക്കൻ എന്താക്കി വേണ്ടിട്ട് വന്നിട്ടുണ്ട്. നമ്മളാണ് ഫുള്ള് ഇവിടെ ഞങ്ങളൊരു സന്തോഷത്തിന് അതൊന്ന് വേഗിട്ട് നിങ്ങൾ പൊളിച്ചു നോക്കി നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നോ നോക്കി ഒന്ന് പൊളിക്കി പൊളിക്കട്ടെ. എന്നാലും കൊണ്ടുവന്ന് ഇഷ്ടപ്പെടാതിരിക്കുവോ? സൈസും കാര്യമൊന്നും നമുക്കറിയില്ല. നോക്കിക്കളി സൈസ് നോക്കിക്കളി ഇഷ്ടപ്പെട്ടവന്ന്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു മാറ്റിച്ചോളൂ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു മാറ്റിച്ചു കൊടുക്കാൻ സമയം അവർ പറഞ്ഞില്ല. പാകല്ലേ സൈസ്? ഞങ്ങൾ വൈഫിന് ഞങ്ങള് നല്ല ചിക്കനൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിക്കനും ചക്കയും മയത്ത് ചിക്കനും ചക്കി അടിക്കണല്ലോ. നമ്മളെ ചിക്കൻ ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചക്ക ചിക്കൻ പുതിയ പേര് ഒന്നുണ്ടെന്നാ. ഇതാണ് നമ്മളെ കിച്ചൺ. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും കൊട്ടാരത്തിൽ കിട്ടും ഇങ്ങനത്തെ ഒരു കിച്ചൺ. അടിപൊളി. നിലത്തൊക്കെ മണ്ണ് കേട്ടാ. ഇവിടുത്തെ ചൂടത്തെയാണ് ബിളട്ടാ. കൊറേ മിമിക്രി വരാണ്ട് ഇതൊക്കെ മിമിക്രി കാണാൻ പറ്റും. അതെ അതൊക്കെ പിന്നെ എടുക്കാം അല്ലേ? എല്ലാം റെഡി ആക്കിട്ട് ഓക്കെ. ഇതാ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ ഞങ്ങൾ ചിക്കന് കൊടുന്ന് മസാല തേക്കാണ്. ചിക്കൻ പൊരിക്കുക, ചക്ക പൊരിങ്ങ. അല്ല കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ആ മതി, എരിവ് മതി. ആ മതി, അതുണ്ട്. അത് നിറം നോക്കണ്ട. മുളക് പൊടി കുരുമുളക് പൊടി മിക്സ് ആയിട്ടാ. ആ കാല് എരിവുള്ള കാല് പിന്നെ കൊടുക്കുക. അതിന് അർത്ഥതാരാണ് കാജ. ചേർത്ത് വെച്ചിട്ടേ ഉള്ളിയൊക്കെ പൊളിക്കും, സവാളയൊക്കെ പൊളിച്ച് അത് മസാല വെച്ചിട്ട് വേണമെങ്കിൽ 10 മിനിറ്റ് സലാജിൽ വെക്കുക. പച്ചമുളകും ഉപ്പിടാതെ കാജ അങ്ങനെ എല്ലായിടത്തുനിന്നും മാറി നടക്കിയിരുന്നു. കാജക്ക് നല്ലൊരു പണിയാണ് കൊടുത്ത്. ഇതാ ഉള്ളി തൊലിക്കല്. അരന് നല്ല ഷർട്ടാൾ ഇട്ടിക്കണ. അരനെ അടിപൊളി ഷർട്ടാൾ ഇട്ടിക്കണെന്ന്. എന്താ നിങ്ങള് കഴിക്കൂല ചിക്കൻ? ചിക്കൻ കഴിക്കൂല? എന്താ? അങ്ങനെ അതാണ് ഇതിമക്ക് മെയിൻ്റെ ചെയ്യാത്തത്. ചിക്കൻ മക്ക് മെയിൻ്റെ ചെയ്യാത്തത് അതല്ല. കൊടുക്കും. അത് ഉണ്ടാക്കി കഴിച്ചാലോ പ്രശ്നമില്ല. കഴിയുമെന്ന് അവിടെ നിന്ന് മഴ ആസ്വദിച്ചതാ. കൊതു കടിച്ചിട്ട് എല്ലായിടത്തും പോകാൻ വേണ്ടി കൊതു നല്ല കടി തന്നെ കടിച്ചിരുന്നു. കട്ടൻ കാപ്പി എപ്പോഴും ഉണ്ടാക്കിയ നല്ല കട്ടൻ കാപ്പി. ലൈറ്റ് കിട്ടുന്നില്ലല്ലോ. എങ്ങനെയുണ്ട്? പൊട്ടിച്ച് കരുത്തി 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 അത് കേറ്. വെളിച്ചം ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഒരു ബൾബ് ഉണ്ട്. ആ ബൾബ് നമ്മൾ ആണ്ട് നടക്കുമ്പോ വെളിച്ചം ഇതാവുക.
ഇതൊക്കെ എന്ത് ഇതിലും വലുത് ചാടിക്കടന്നവനാണ് ഈ KK ജോസോ. റിയാസ്ക്ക് ഒരു മിമിക്രി കലാകാരനാണ്. കുറച്ച് അയച്ചു പോരട്ടെ. ആദ്യത്തെ ഏതാണെന്ന് പറയും. ആദ്യത്തെ നമുക്ക് കലാശാല ഭവനെ തുടങ്ങും. ഓക്കെ ഇടുക്കി. എടാ ജോസേ പുന്നാര മോനെ ഇങ്ങനെ കാശ് മേടിച്ചിട്ടേ 2.5 കൊല്ലം കഴിഞ്ഞു. ഇതുവരെ പാലിച്ച പോലെ തന്നില്ല. നാളെ പാലിച്ച അടക്കം എന്നെ വീട്ടിൽ കൊണ്ട് തന്നില്ലെങ്കിൽ എന്റെ കൂടുമ്പോ അത് വേറെ ഞാൻ വെട്ടും. ജനാർദ്ദനെ കേട്ടാലോ? ജനാർദ്ദൻ. ഓ തങ്കപ്പൻ അല്ലടാ പൊന്നപ്പനാടാ നീ പൊന്നപ്പൻ. ഒഴിക്കടാ രണ്ടെണ്ണം ഒഴിക്കടാ. നമുക്ക് ദുൽഖറിനെ കേട്ടാലോ? ദുൽഖർ ഇരിക്കട്ടെ. ദുൽഖർ അതേടാ ഞങ്ങള് തെരുവട്ടികളാ. തെരുവട്ടിക്ക് തമ്മി കൂറുണ്ട്. ചത്താലും ഞങ്ങൾ ഒറ്റ കെട്ടടാ. കൊണ്ടേ ജയനെ കേട്ടാലോ? ജയൻ. പ്യുവർ പോലീസ് പർട്ടിക്കുലേഴ്സ്. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാ. ആ പച്ചച്ചുരിദാരിട്ട പെണ്ണ് കൊള്ളാം. നമ്മുടെ ഭീമന്റെ വീട്ടിൽ സൗണ്ട് കേൾപ്പിക്കാം. ആരാ പോവും മോനെ അങ്ങ് വിക്ടോറിയ കോളേജ് പോട്ടെ അടിച്ചിട്ടുള്ളാടാ. അടുത്ത കപ്പിങ് എടുത്ത് ഒരു കപ്പിങ് എടുത്ത് നമ്മള് പ്രതീക്ഷിക്കാതെ നമ്മൾ ചില സ്ഥലങ്ങളിലല്ല നമ്മൾ ഒട്ടുമിക്ക ഏരിയകളിലും കാണുന്നതാണ് ഈ സൗണ്ട്. ഒട്ടുമിക്ക സ്റ്റാൻഡുകളിലും കാണുന്നതാണ്. ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്യാണ്. ഒന്ന് തോന്നല്. നാളെയാണ് കേരളത്തിന്റെ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് നാളെയാണ് വമ്പിച്ച ലോട്ടറി 40 രൂപ മുടക്കും. ഒരു 5000 രൂപ തുടങ്ങി ഫസ്റ്റ് പ്രൈസ് തൊട്ട് എല്ലാം കിടക്കുന്ന നാളെയാണ്. അടുത്ത് 500 മറക്കണോ? ഞാൻ എന്തൊക്കെയാണോ മറക്കണേ? എന്റെ ഫിലോമിന പെടഞ്ഞ് മരിച്ചാ മറക്കണോടോ? താൻ പറയടോ. കേറി വാടാ മക്കളെ, കേറി വാ. ഇത് മൂപ്പര് കൊറേ മുന്നെടുത്താണ്. ഇപ്പൊ ഈ ഫീൽഡിലൊന്നും ആളില്ല. ആള് ഓട്ടോ ഡ്രൈവറാണ്. ഇപ്പൊ ഓട്ടോ ഓടിക്കുന്ന പണിയാണ്, ജോലിയാണ്. ലോറിയിലും പോവും. അപ്പൊ ഇതിപ്പോ എടുക്കലില്ല. അപ്പൊ നമുക്ക് വേണ്ടിട്ട് മുന്നെടുത്ത സംഭവങ്ങളൊന്നും ചെയ്ത് കാണിച്ചെന്നാണ്. വിജയുടെ സൗണ്ട് കേട്ടാലും இப்படி பாக்குற அந்த இடம் இந்த இடம் எல்லாம் நம்ம இடம் தான்டா. உனக்கெல்லாம் போலீஸ்காரன் பார்த்தாது வேற 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 வேட்டைக்காரன் தான் வேணும். ஓகே வரட்டுமா? സ്പോഞ്ച് പോലെയാണ് വരും. ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? എന്താ ആരുമൊന്നും പറയാത്തത്? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും മിണ്ടാത്തത്? സഹിക്കുന്നത് എന്തിനാണ് പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണ്. എരിയുന്ന സിഗരറ്റും വീടിയും കെടുത്താൻ ശ്രമിക്കൂ. നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാം. ഇത് കൂട്ടിയിടേ മറക്കാന്. പിന്നെ മമ്മൂട്ടി, എല്ലാവരും മമ്മൂട്ടിയുടെ സൗണ്ട് കേൾക്കുന്നത്. മമ്മൂട്ടി നോർമലുള്ള സൗണ്ട്. ഇത് വ്യത്യസ്തമായിട്ട് മമ്മൂട്ടി സംസാരിക്കുന്ന ഒരു സൗണ്ടാണ് എടുക്കുന്നത്. അണ്ണൻ തമ്പിക്ക് അത് മമ്മൂട്ടി സംസാരിക്കുന്നു. അത്രയൊക്കെ ഉള്ളൂ. കുറെ ഉണ്ട്. ഒരുപാട് മുന്നേ ചെയ്ത സംഭവമാണ്. ഇപ്പൊ നമുക്ക് വേണ്ടി ജസ്റ്റ് കാണിച്ചതാണ്. ഇനി അടുത്തത് അലന്റെ മിമിക്രി പറ്റൂല. അലണ്ടോ? അടുത്തത് കാജയുടെ പട്ടി കരയുന്ന സൗണ്ട്. അടുത്ത പൂച്ച. അടുത്ത് കല്ലിങ്ങാശി. പച്ചക്കോള ചുവന്ന മുത്ത് പിടിപ്പിച്ച പാർട്ടിവരല്ലേ എടുക്കാ പറഞ്ഞത്. ഇനി അടുത്ത് അലൻ രാവിലെ പറഞ്ഞാണ് 2 ആഴ്ച എടുക്കണം എന്നുള്ളത്. നല്ലൻ എടുക്ക്, 2 എടുക്ക്. ആ എടുക്കണം. എന്നാ കാക്കയുടെ സൗണ്ട്. ഇതൊക്കെ എന്റെ ഐറ്റാണ്. ഇത് കാജന്റെ ഐറ്റാണ്. അലൻ കൊണ്ടുപോയി. ഇതൊക്കെയാണ്
ഇവിടുത്തെ കാഴ്ചകൾ ഇനി നമ്മളെ ചിക്കനും ചക്കയും വേട്ട ഒന്നിന് ശേഷം കാണാൻ. ഇപ്പം നമ്മളെ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചക്ക, ചെള്ളി, കൊണ്ടാട്ടം, ചിക്കൻ പൊരിച്ചത്, അതിൻ്റെ മുകളിൽ തന്നെ സലാഡ്, മുരിങ്ങയില, ചക്കക്കുരു തോരൻ, പിന്നെ ചക്ക പുഴുങ്ങിയത്. എന്നാ കഴിക്കല്ലേ നമ്മള്? കാലപ്പം തന്നെ തുടങ്ങിക്കണേ ചമ്മക്കല്. പിന്നെ നമ്മളെ ഉമ്മ ചിക്കൻ കൂട്ടൂല, കഴിക്കൂല, അതാണ് അവിടെ ഇരിക്കാത്ത കിട്ടാ. ഇനി എന്താ ഇരിക്കാത്തതെന്ന് എഴുതണ്ട. അപ്പോൾ ഇത് നമ്മളെ കൊണ്ടാട്ടം, ചിക്കന്, സലാഡ്, ചെള്ളി, ചക്ക എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിക്കാൻ പോവാണ്. ഇതാ അവരൊക്കെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിരിക്കണം. സ്റ്റാർട്ട് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. എടാ അവൻ കാല് കൊണ്ടുപോയി, അലൻ കാല് കൊണ്ടുപോയി, ഒരു കാല് ഓളും കൊണ്ടുപോയി. കേട്ടില്ല, കാണുമ്പോ ഒരു ആക്രമണം എന്താ അറിയില്ല. അപ്പം ഇനി നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ 2 ദിവസത്തെ താമസിച്ച വീടാണിത്. ഇവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. നമ്മൾ റിയാസ് ഇവിടുന്ന് പോയിക്കണ്, വണ്ടിയിൽ പോയതാണ്, ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ പോയതാണ്. അലൻ, അലീന, ഇതുപോലെ ഉമ്മ. ഞങ്ങൾക്ക് 2 ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് നമ്മളെ ഉമ്മ നോക്കുന്ന മാതിരി നമ്മളെ നോക്കിയ ഉമ്മയാണ്. ഞങ്ങളിത് ഇറങ്ങാണ്, വരുമ്പോൾ എന്തായാലും വരും. അതെ, ഞാൻ റിയാസിനെ വിളിക്കണ്ട്, അപ്പോൾ വിളിച്ച് സംസാരിക്കാം. അലന് കരയാൻ റെഡിയായി നിൽക്കുകയാണ്. അലപ്പ കരയും, ഇതാ കണ്ണിന് വെള്ളം വന്ന്. അപ്പം നമ്മളിന്നാലും ഇറങ്ങണേ. എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറയാം. ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ ഇന്ന് വാഗമണ്ണാണ് പോണത്. ഞങ്ങൾ വേറെ ഡ്രസ്സോ ഷൂവോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല, കാരണം നല്ല മഴക്ക് സാധ്യത ഉണ്ട് ഇവിടെ. അപ്പോൾ മഴ പെയ്താൽ ഷൂ നനയാനാണ് വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ മഴ കൊണ്ടുപോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ. അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി വാഗമണ്ണിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ അടുത്ത വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.